Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് താരനും പേനും ഈരും ഒക്കെ എങ്ങനെ പെട്ടെന്ന് നാച്ചുറലായിട്ട് മാറ്റാമെന്നുള്ളതിൻ്റെ ടിപ്സ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഫസ്റ്റത്തെ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണ് ഉപ്പാണ് കേട്ടോ. പൊടി ഉപ്പാണ് ഇട്ടുവച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ നമ്മളുടെ കോക്കനട്ട് ഓയിലില്ലേ, തേങ്ങെണ്ണ വെളിച്ചെണ്ണ, അതാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള വിനീഗറില്ലേ, സിർക്ക, അതാണ് കേട്ടോ. ആപ്പിൾ സൈഡ് വിനീഗർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. സെയിം ഒരേ അളവിൽ വേണം 3ഉം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾക്ക് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിൽ എത്രത്തോളം പേനോ ഈരില്ലേ, ആ പേൻ്റെ മുട്ട അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾക്ക് ഇതിനിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുറേ ടൈമൊന്നും നിൽക്കണ്ട. അപ്പോൾ ഉപ്പ് ഫുള്ള് മൊത്തത്തിലായിട്ട് മുടിയിൽ ആയിട്ടുണ്ടാവണം. നമ്മൾ തേക്കുന്ന ഇത് ഫുള്ള് എവിടെയൊക്കെ അത് ഈരൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആയിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് 20 മിനിറ്റിന് ശേഷം ഇതിനെ മുടിയിൽ നിന്ന് ചീകിയിട്ട് മാറ്റാം. അപ്പോഴേക്കും നമ്മൾക്ക് അറിയാം ഇതിൻ്റെ റിസൾട്ട്. ഇത് 2 ചീപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ മുടിനെ ചീകി കൊടുക്കുന്നുള്ളത്. ഫസ്റ്റ് ഈ വലിയ ചീപ്പ് വെച്ചിട്ട് ഇതുപോലെ മുടി ചീകി കൊടുക്കാം. അതിന് ശേഷമാണ് ഈ ചെറിയ പേനൊക്കെ വരുന്ന ചീപ്പില്ലേ, ആ ചീപ്പ് വെച്ചിട്ട് ചീർപ്പ് വെച്ചിട്ട് നമ്മൾക്ക് ഇതിനെ ഇതുപോലെ ഓരോ ലെയർ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ തലയിലുള്ള ഉപ്പും ഈരും അതുപോലെ തന്നെ കൂട്ടത്തിൽ പേനുണ്ടെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് ഇളകി പോരും. അപ്പോൾ തലയിൽ ഈരൊന്നും നിൽക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പുറത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊക്കെ നിലത്തൊക്കെ ആയി പോകും. അതുകൊണ്ടാണ് മേക്ക് തുണിയൊക്കെ വിരിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തുണിയോ ഷോളോ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുകയും ചെയ്യാം, മേത്താവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ഫുള്ളായിട്ട് ഞാൻ മുടി ചീകിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തലയിലെ എല്ലാ പേനും ഈരും ഇതോടെ മാറിക്കിട്ടും. 100% യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി, ഒരു മെത്തേഡ് കൂടിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. അടുത്ത റെമഡി എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുള്ളതാണ്. ഇതിനെ നല്ല പോലെ നമ്മൾക്ക് ചതച്ചെടുക്കണം. ഇതിൻ്റെ നീര് വെച്ചിട്ടാണ് നമ്മൾ ഡാൻഡ്രഫും പേനുണ്ടെങ്കിൽ പേനും ഒക്കെ മാറിക്കെട്ടുന്നുണ്ട്. ഇതും ഈ ഒറ്റമൂലിയും കൂടി ചെയ്ത് വെച്ചിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ സെയിം മെത്തേഡിൽ തന്നെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇതിന് നല്ല പോലെ ചതച്ചെടുക്കണം. നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കുന്ന ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ അതിൻ്റെ നീരിനെ നമുക്ക് നല്ല പോലെ ഇതിൽ നിന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് വേണമെങ്കിലും ഇതിനെ നല്ല പോലെ ഇതിൽ നിന്ന് ഇതിൻ്റെ നീരെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലെ തേങ്ങെണ്ണ അതാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇതിന് പകരം നമ്മൾക്ക് മുട്ടയുടെ വെള്ള വേണമെങ്കിലും അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾക്ക് ഒരു കോട്ടൺ വെച്ചിട്ട്, കോട്ടണില്ല പരുത്തി, അത് വെച്ചിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് തലയ്ക്ക് നല്ല പോലെ തേങ്ങെണ്ണയിൽ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നുള്ളത്, നമ്മൾ മക്കൾക്ക് ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നുള്ളത് ആ എണ്ണ വെച്ചിട്ട് തന്നെ നമ്മൾക്ക് ആദ്യം തലയിലൊക്കെ പുരട്ടി കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ആ വെളിച്ചെണ്ണ തന്നെ ഇത് തേങ്ങെണ്ണ തലയ്ക്ക് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട് ഇവിടെ തലയിൽ. അപ്പോൾ ഡ്രൈ ആവുന്നതിനനുസരിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് ഡാൻഡ്രഫ് എന്ന് പറയും. നാട്ടിൽ നിന്ന് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നല്ലോണം ഡ്രൈ ബോഡിയും സ്കിന്നൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവുന്നതിനുള്ള ഒരു റെമഡി കൂടി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർക്ക് അത് നോക്കിക്കോളൂ. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൺ വെച്ചിട്ടാണ് തലയിൽ ഓരോരോ ഇങ്ങനെ പോത്തലില്ല ദീർഘത്തിൽ ഇങ്ങനെ നമ്മൾ ഓരോരോ സൈഡായിട്ട് മുടീനെ എടുത്തിട്ട് ഓരോരോ സൈഡാക്കി വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ
ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറാകുമ്പോൾ വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഡാൻഡ്രഫും പെയിനും ഒക്കെ മാറി കിട്ടുന്നുണ്ട്. എന്നാലും ഇതിനേക്കാളും പെയിന് പോകാനും ഈര് പോകാനും ബെസ്റ്റായിട്ടുള്ളത് ആ ഉപ്പും വിനീഗറും വെളിച്ചെണ്ണയും കൊണ്ടുള്ള ആ സൂത്രം തന്നെയാണ് കേട്ടോ. എന്നാലും ഇതിലും പോകുന്നുണ്ട് കേട്ടോ, മാറി കിട്ടുന്നുണ്ട്. എന്നാലും ഇതിനേക്കാളും ബെസ്റ്റ് അതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ഞു മക്കൾക്കൊക്കെ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടും ഈരിനും പെയിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടും വല്ല മെഡിക്കലിൽ നിന്ന് നമ്മൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് തേക്കൂലേ, അതൊക്കെ വെറുതെയാണ്. അപ്പോൾ കെമിക്കലുള്ള മരുന്നുകളൊക്കെ നമ്മളെ മക്കൾക്ക് അങ്ങനെ തേച്ച് കൊടുക്കാൻ നമ്മൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ നല്ലതായിട്ടുള്ളതാണ് ഹോം റെമഡീസ്, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതല്ലേ നാച്ചുറലായിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു കേടുമില്ല. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഇതൊക്കെ മാറി കിട്ടുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. 100% യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും ഇതും അരമണിക്കൂറിന് ശേഷം നമ്മൾക്ക് നല്ല പോലെ മുടി ചീകി കൊടുക്കാം. ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ നീര് നമ്മുടെ മുടി വളർച്ചയ്ക്കും താരൻ പോകാനും എല്ലാത്തിനും ഏറ്റവും ഉത്തമമായ ഒരു മെത്തേഡ് കൂടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.